നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ്, മെയിൻസ്, അതുപോലെ എല്ലാ എക്സാമുകൾ PSCയുടെ ഏത് എക്സാമുകളായാലും അത് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ കണ്ണാടി പാലം നിർമ്മിച്ചത് എവിടെയാണ്? അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ണാടി പാലം നിർമ്മിച്ചത് എവിടെയാ? ഓപ്ഷൻ സി ആണ്, കന്യാകുമാരിയിലാണ്. രണ്ടാമത്തെ ചോദ്യം: 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ബംഗാളാണ്. ആരെയാ തോൽപ്പിച്ചത്? കേരളത്തെ തോൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ കിരീടം നേടിയത്. മൂന്നാമത്തെ ചോദ്യം: 2 പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ചിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ സ്പെഡെക്സ് ദൗത്യം വിക്ഷേപിച്ചതെന്നാണ്. 2 പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ചിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ സ്പെഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ്, 2024 നവംബർ 30-നാട്ടോ. 2024 നവംബർ 30-നാണ്. നാലാമത്തെ ചോദ്യം: 2024 ഡിസംബർ മാസത്തിൽ വിമാനത്തിന് തീപിടിച്ചിട്ട് 179 ആളുകൾ മരണപ്പെട്ടത് ഏത് രാജ്യത്താണ്? 2024 ഡിസംബർ മാസത്തിൽ വിമാനത്തിന് തീപിടിച്ചിട്ട് 179 ആളുകൾ മരണപ്പെട്ടത് ഏത് രാജ്യത്ത്? ഓപ്ഷൻ സി ആണ്, ദക്ഷിണ കൊറിയയിലാണ്. അഞ്ചാമത്തെ ചോദ്യം: 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? ഓപ്ഷൻ ഡി ആണ്, 2ാമതായിരുന്നു കേട്ടോ. 2ാം സ്ഥാനമാണ്. ആറാമത്തെ ചോദ്യം: സൂചി ഉപയോഗിക്കാതെ പ്രത്യേക ഊർജ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് ചർമ്മത്തിലൂടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്ന രീതി വികസിപ്പിച്ച IIT ഏതാണ്? സൂചി ഉപയോഗിക്കാതെ എന്ത് ചെയ്യുക? പ്രത്യേക ഊർജ്ജ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മരുന്ന് ചർമ്മത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതി വികസിപ്പിച്ചത് ഏത് IIT ആ? ഓപ്ഷൻ ബി ആണ്, IIT ബോംബെ ആട്ടോ. ഓപ്ഷൻ ബി, IIT ബോംബെ ആണ്. ഏഴാമത്തെ ചോദ്യം: AI നയരൂപീകരണത്തിനായിട്ട് റിസർവ് ബാങ്ക് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയരൂപീകരണത്തിനായിട്ട് റിസർവ് ബാങ്ക് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ സി ആണ്, പുഷ്പക് ഭട്ടാചാര്യ. പുഷ്പക് ഭട്ടാചാര്യ. എട്ടാമത്തെ ചോദ്യം: സിഡ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? സിഡ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാ? ഓപ്ഷൻ ബി ആണ്, ആതിരപ്പള്ളിയാണ്. ഒൻപതാമത്തെ ചോദ്യം: 2024 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് 2024 അല്ല കേട്ടോ, 2025-ലാണ്. 2025-ലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. ഇത് തെറ്റാണ്, സോറി. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ പാകിസ്ഥാനിലാട്ടോ. പാകിസ്ഥാനിലും അതുപോലെ UAE-ലും പാകിസ്ഥാനിലും ചേർന്നിട്ടാണ് ഏതോ 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദി നടക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യം: 2024 ഡിസംബർ മാസത്തിൽ കുവൈത്തിന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ഏറ്റുവാങ്ങിയ ഇന്ത്യൻ നേതാവ് ആരാണ്? 2024 ഡിസംബർ മാസത്തിൽ കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ഏറ്റുവാങ്ങിയ ഇന്ത്യൻ നേതാവ് ആരാ? ഓപ്ഷൻ ബി ആണ്, നരേന്ദ്ര മോദിയാണ്. 11 2024 ഡിസംബർ 25 അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഈ ഡേറ്റ് ഓർത്തുവെക്കുക, ഉറപ്പായിട്ടും അടുത്ത എക്സാമുകളിൽ ചോദിക്കാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കും. 2024 ഡിസംബർ 25 അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരായിരുന്നു? MT വാസുദേവൻ നായർ. അല്ലെ, MT വാസുദേവൻ നായരാണ്. അപ്പോൾ ഈ ഡേറ്റ് എന്തായാലും മസ്റ്റാണ്, ഓർത്തു നോക്കുക. 2024 ഡിസംബർ 25, അല്ലെ, ക്രിസ്മസിന്റെ അന്ന് രാത്രിക്ക്. 12ാമത്തെ ചോദ്യം: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാരാം? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ശ്രീറാം കൃഷ്ണനാണ്. ശ്രീറാം കൃഷ്ണനാണ്. 13ാമത്തെ ചോദ്യം: കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായതാരാണ്?
കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാ? ഓപ്ഷൻ ബി ആണ് കെ ഷാജു ആട്ടോ. ഓപ്ഷൻ ബി കെ ഷാജു ആണ്. 14 ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ പുതിയ ഗവർണർ ആയിട്ടാണ് നിയമിതനായത്? ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ പുതിയ ഗവർണർ ആയിട്ടാണ് നിയമിതനായത്? ഓപ്ഷൻ ബി ആണ് ബീഹാറിന്റെ ഗവർണർ ആയിട്ടാണ്. 15 ദേശീയ തലത്തിലെ റാങ്കിംഗ് മാതൃകയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് തയ്യാറാക്കിയ സർവകലാശാല റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സർവകലാശാല ഏതാ? ദേശീയ തലത്തിലെ റാങ്കിങ്ങിന്റെ അതേ മാതൃകയിൽ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്തു? കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് തയ്യാറാക്കിയപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ ഏറ്റവും ഫ്രണ്ടിലെത്തിയ സർവകലാശാല ഏതാ? കുസാറ്റാണ് കേട്ടോ. കുസാറ്റാണ്. ഇനി 16ാമത്തെ ചോദ്യം, 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാ? ഓപ്ഷൻ സി ആണ് വി രാമസുബ്രഹ്മണ്യൻ ആട്ടോ. വി രാമസുബ്രഹ്മണ്യനാണ്. 17 2024 മിസ് കേരളയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? 2024 മിസ് കേരളയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? മേഘ ആന്റണി അല്ലെ. ഓപ്ഷൻ ഡി ആണ് മേഘ ആന്റണി ആണ്. 18ാമത്തെ ചോദ്യം, അടുത്തിടെ ബുറുലി അൾസർ എന്ന ബാക്ടീരിയ രോഗം പടർന്നു പിടിച്ചത് ഏത് രാജ്യത്താണ്? അടുത്തിടെ ബുറുലി അൾസർ എന്ന ബാക്ടീരിയ രോഗം പടർന്നു പിടിച്ചത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ആണ് ഓസ്ട്രേലിയയിലാണ്. 19ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെൻ ബെത്വ നദി സംയോജന പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഏത് സംസ്ഥാനത്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെൻ ബത്വ നദീ സംയോജന പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശിലാട്ടോ. ഓപ്ഷൻ ഡി മധ്യപ്രദേശിലാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അതിർത്തി സൗരോർജ്ജ ഗ്രാമം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ അതിർത്തി സൗരോർജ്ജ ഗ്രാമം ഏതാ? ഓപ്ഷൻ ബി ആണ് മസാലി കേട്ടോ. ഓപ്ഷൻ ബി മസാലിയാണ്. 21 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കാനായിട്ട് രൂപീകരിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കാനായിട്ട് രൂപീകരിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ തലവൻ ആരാ? ഓപ്ഷൻ ബി ആണ് പി ചൗധരി കേട്ടോ. ഓപ്ഷൻ ബി പി ചൗധരിയാണ്. 22 യുഗീൻ ഭാരത് എന്ന നാഷണൽ മ്യൂസിയം നിർമ്മിക്കാനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? യുഗീൻ ഭാരത് എന്ന നാഷണൽ മ്യൂസിയം നിർമ്മിക്കാനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഓപ്ഷൻ ബി ആണ് ഫ്രാൻസുമായിട്ടാണ്. 23 2024 ഡിസംബർ മാസത്തിൽ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ താരമാരാണ്? 2024 ഡിസംബർ മാസത്തിൽ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് ഓപ്ഷൻ എ കൊനേരു ഹംപി ആട്ടോ. ഓപ്ഷൻ എ കൊനേരു ഹംപി ആണ്. 24 വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാ? ഓപ്ഷൻ ഡി ആണ് INTRV-01 കേട്ടോ. INTRV-01. 25 ഗാന്ധിജി അധ്യക്ഷനായ ബെൽഗാം INC സമ്മേളനത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? ഗാന്ധിജി അധ്യക്ഷനായ ബെൽഗാം INC സമ്മേളനത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? എത്രയായിരുന്നു? 100ാം വാർഷികം അല്ലെ. 100ാം വാർഷികം. 1924 INC ബെൽഗാം സമ്മേളനത്തിലായിരുന്നു ആരധ്യക്ഷനായത്? ഗാന്ധിജി ആദ്യമായിട്ടും അവസാനമായിട്ടൊക്കെ അധ്യക്ഷനായത്. 26ാമത്തെ ചോദ്യം, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് എന്ന രാജ്യം സന്ദർശിക്കുന്നത്? എത്രയാ? 43 വർഷങ്ങൾക്ക് ശേഷമാണ് സന്ദർശിക്കുന്നത്. 27 ക്യാൻസറിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചതും 2025 പൗരന്മാർക്ക് ലഭ്യമാക്കുമെന്നും അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ക്യാൻസറിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചെന്നും 2025 പൗരന്മാർക്ക് ലഭ്യമാക്കുമെന്നും അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇത്? റഷ്യ അല്ലെ. ഓപ്ഷൻ എ റഷ്യയാണ്. 28ാമത്തെ ചോദ്യം, 2024 ഡിസംബർ മാസത്തിൽ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? 2024 ഡിസംബർ മാസത്തിൽ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്?
എവിടുന്ന? ഓപ്ഷൻ സി ആണ്, ഹരിയാനയിൽ നിന്നാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ചിത്രമേതാ? 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ചിത്രം ഏതാ? ഓപ്ഷൻ ബി ആണ്, മല്ലു ആട്ടോ. ഏതാ? മല്ലു ആണ്. 30ാമത്തെ ചോദ്യം, പൂർണ്ണമായിട്ടും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? പൂർണ്ണമായിട്ടും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാ? ഓപ്ഷൻ സി ആണ്, കുന്നന്താനത്താട്ടോ. ഓപ്ഷൻ സി, കുന്നന്താനം. 31 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താനായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഭേദഗതി ബിൽ നമ്പർ എത്രയാണ്? ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താനായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഭേദഗതി ബില്ല് നമ്പർ എത്രയാ? 129ാം ഭരണഘടനാ ഭേദഗതി ബിൽ നമ്പർ ആണ്. 32ാമത്തെ ചോദ്യം, മോസ്റ്റ് ഫോർവേഡ് നാഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് നൽകിയിരുന്ന പ്രത്യേക നികുതി ഇളവ് അടുത്തിടെ ഒഴിവാക്കിയ രാജ്യം ഏതാണ്? മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് നൽകിയിരുന്ന പ്രത്യേക നികുതി ഇളവ് അടുത്തിടെ ഒഴിവാക്കിയ രാജ്യം ഏതാ? ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ് ആണ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ടീമിന്റെ മുഖ്യ പരിശീലകനാകുന്ന ആദ്യത്തെ മലയാളി ആരാ? ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ISL ഒരു ടീമിന്റെ മുഖ്യ പരിശീലകനാകുന്ന ആദ്യത്തെ മലയാളിയാണ് ആര്? എ ഷമീൽ ആണ്. ഓപ്ഷൻ എ ആണ്, എ ഷമീൽ. 2024 ഡിസംബർ മാസത്തിൽ സമാൻ 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? സമാൻ 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാ? ഇറാൻ ആട്ടോ. സമാൻ ഇറാൻ. 35ാമത്തെ ചോദ്യം, 2024 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഓണററി ബഹുമതിയായ ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി നൽകി ആദരിച്ച അശോക് രാജ് സിംഗ് സിഗ്ഡൽ ഏത് രാജ്യത്തെ സൈനിക മേധാവിയാണ്? 2024 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഓണററി ബഹുമതിയായ ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി നൽകി ആദരിച്ച അശോക് രാജ് സിഗ്ഡൽ ഏത് രാജ്യത്തെ സൈനിക മേധാവിയാണ്? ഏത് രാജ്യത്തെയാ? ഓപ്ഷൻ ഡി ആണ്, നേപ്പാളിന്റെ ആണ്. 36ാമത്തെ ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താ? ഓപ്ഷൻ ബി ആണ്, മൗളിയാണ്. ഓപ്ഷൻ ബി, മൗളിയാണ്. 37ാമത്തെ ചോദ്യം, 2024 ഡിസംബർ മാസത്തിൽ ഫ്രഞ്ച് പ്രദേശമായ മയോട്ടയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? 2024 ഡിസംബർ മാസത്തിൽ ഫ്രഞ്ച് പ്രദേശമായ മയോട്ടയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചിഡോയാട്ടോ. ഓപ്ഷൻ ബി, ചിഡോയാണ്. 38ാമത്തെ ചോദ്യം, വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ കേരള മന്ത്രി ആരാണ്? വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ കേരള മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, TM തോമസ് ഐസക് ആട്ടോ. തോമസ് ഐസക് അല്ലെ, മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്. 39ാമത്തെ ചോദ്യം, 2024 ഡിസംബർ മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാരാണ്? 2024 ഡിസംബർ മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണ് ആര്? ഓപ്ഷൻ ബി, രവിചന്ദ്ര അശ്വിനാണ്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ആരംഭിച്ച നഗരം ഓപ്ഷൻ ഡി ആണ്, ചെന്നൈ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ചെന്നൈ ആണ്. ചെന്നൈ. എന്താ ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ആരംഭിച്ച നഗരം ചോദിച്ചാൽ ഏതാ? ചെന്നൈ ആണ്. 41ാമത്തെ ചോദ്യം, രാജ്യത്ത് ദേശീയ പാതകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ കണക്കിൽ ഏറ്റവും മുൻപിലുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? രാജ്യത്ത് ദേശീയപാതകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ കണക്കിൽ ഏറ്റവും മുൻപിലുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് അടുത്ത വർഷം മുതൽ വിസരഹിത സന്ദർശനം അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഈ വർഷം മുതൽ കേട്ടോ, അടുത്ത വർഷം ഉദ്ദേശിച്ച് ഈ വർഷമാണ്, 2025 മുതൽ വിസരഹിത സന്ദർശനം അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യം ഓപ്ഷൻ ബി ആണ്, റഷ്യ കേട്ടോ. ഏതാ? റഷ്യയാണ്. 43 2024 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടിയതാരാണ്? 2024
മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് വിനീഷ്യസ് ജൂനിയർ ആട്ടോ. ഓപ്ഷൻ സി വിനീഷ്യസ് ജൂനിയർ ആണ്. 44-ാമത്തെ ചോദ്യം, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്നാണ്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്ന ഓപ്ഷൻ ബി ആണ് 2024 ഡിസംബർ 26-നാണ്. 45-ാമത്തെ ചോദ്യം, 2024 വനിതാ ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? 2024 വനിതാ ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാ? ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ്. 46-ാമത്തെ ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായിട്ട് 400 ബില്യൺ സമ്പാദ്യം നേടുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് 400 ബില്യൺ സമ്പാദ്യം നേടുന്ന ആദ്യത്തെ വ്യക്തി ആരാ? ഓപ്ഷൻ ബി ആണ് ഇലോൺ മസ്ക് ആട്ടോ. ഓപ്ഷൻ ബി ഇലോൺ മസ്ക് ആണ്. 47, ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത്? ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്? ഏതാ? ഓപ്ഷൻ സി ആണ് 2035ഓടെയാണ്. 48-ാമത്തെ ചോദ്യം, 2024 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ക്രിക്കറ്റിൽ ജേതാക്കളായ ടീം ഏതാണ്? 2024 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാ? ഓപ്ഷൻ ബി ആണ് മുംബൈ ആണ്. 49-ാമത്തെ ചോദ്യം, 55ാമത് GST കൗൺസിൽ യോഗത്തിന് വേദിയായ നഗരം ഏതാണ്? 55ാമത് GST കൗൺസിലിന്റെ യോഗത്തിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ജയ്സാൽമീർ ആട്ടോ. ഓപ്ഷൻ എ ജയ്സാൽമീർ. 50-ാമത്തെ ചോദ്യം, 2024 ഡിസംബർ 15 അന്തരിച്ച സക്കീർ ഹുസൈൻ ലോക പ്രശസ്തനായത് ഏത് മേഖലയിലാണ്? ഡേറ്റ് ഓർത്ത് വെച്ച് 2024 ഡിസംബർ 15. 2024 ഡിസംബർ 15-നാണ് ആരന്തരിക്കുന്നത്? സക്കീർ ഹുസൈൻ അന്തരിക്കുന്നത് അല്ലേ? അദ്ദേഹം ഏതിൽ പ്രശസ്തനായിരുന്നു? തബല വിദ്വാനായിരുന്നു. ആര്? സക്കീർ ഹുസൈൻ. 51-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരമാകുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരമാകുന്നത് ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ് ലക്നൗ ആണ്. 52-ാമത്തെ ചോദ്യം, അടുത്തിടെ യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച ആബത്ത് സഹായേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അടുത്തിടെ യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച ആബത്ത് സഹായേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് തഞ്ചാവൂർ. എവിടെയാ? തഞ്ചാവൂരാണ്. 53 അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 4 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ താരമാരാണ്? അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 4 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ താരമാണ് ആര്? സ്മൃതി മന്ദാന. ഓപ്ഷൻ എ സ്മൃതി മന്ദാന. 54, 2024 ഇന്ത്യ മാരിടൈം ഹെറിറ്റേജ് കോൺക്ലേവിന് വേദിയാകുന്ന നഗരം ഏതാണ്? 2024 ഇന്ത്യ മാരിടൈം ഹെറിറ്റേജ് കോൺക്ലേവിന് വേദിയാക്കുന്ന നഗരം ഏതാ? ഓപ്ഷൻ സി ആണ് ദ്വാരകയാണ്. 55-ാമത്തെ ചോദ്യം, 2024 സമഗ്ര സംഭാവനക്കുള്ള ക്രോസ്വേഡ് പുരസ്കാരം നേടിയതാരാണ്? 2024 സമഗ്ര സംഭാവനക്കുള്ള ക്രോസ്വേഡ് പുരസ്കാരം നേടിയത് ആരാം? ഓപ്ഷൻ സി ആണ് അമിതാഭ് ഘോഷ് ആട്ടോ. ഓപ്ഷൻ സി അമിതാഭ് ഘോഷ്. 56-ാമത്തെ ചോദ്യം, 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? 2024 ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സംസ്ഥാനം ഓപ്ഷൻ സി ഹരിയാനയാണ്. 57, ഗൂഗിൾ വികസിപ്പിച്ച ഏറ്റവും പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? ഗൂഗിൾ വികസിപ്പിച്ച ഏറ്റവും പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാ? ഓപ്ഷൻ എ ആണ് വില്ലോ ആട്ടോ. ഓപ്ഷൻ എ വില്ലോയാണ്. 58, പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ വ്യാപന നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടിയ പ്രമേഹ രോഗ വ്യാപന നിരക്കുള്ള സംസ്ഥാനം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കേരളമാണ്. 59-ാമത്തെ ചോദ്യം, രാജ്യസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് ഏത് ചെയർമാനെതിരെയാണ്? രാജ്യസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് ഏത് ചെയർമാനെതിരെ? ഓപ്ഷൻ ബി ആണ് ജഗദീപ് ധൻഖറിനെതിരെയാണ്. ഓപ്ഷൻ ബി നമ്മുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖറിനെതിരെയാണ്. 60-ാമത്തെ ചോദ്യം, ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാ? ഡൊണാൾഡ് ട്രംപിനെയാട്ടോ. ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപിനെയാണ്. 61, 2024 ഡിസംബർ മാസത്തില്
ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? 2024 ഡിസംബർ മാസത്തിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഹരിമൗ ശക്തി ആട്ടോ. ഓപ്ഷൻ സി ഹരിമൗ ശക്തിയാണ്. 62ാമത്തെ ചോദ്യം, 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നത് ഏതാ? ഐ ആം സ്റ്റിൽ ഹിയർ ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ എ ആണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ്. 63 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാരാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഡി ഗുകേഷ് ആണ്. 64ാമത്തെ ചോദ്യം, കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനം ഏതാണ്? കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനം ഏതാ? ഓപ്ഷൻ എ ആണ് IISR സുരസയാട്ടോ. IISR സുരസയാണ്. 65ാമത്തെ ചോദ്യം, 2023 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2034 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് ഓപ്ഷൻ എ സൗദി അറേബ്യ കേട്ടോ. ഓപ്ഷൻ എ സൗദി അറേബ്യ ആണ്. 66 UN പൊതുസഭ ഏത് ദിവസത്തെയാണ് ലോക ധ്യാന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? UN പൊതുസഭ ഏത് ദിവസത്തെയാണ് ലോക ധ്യാന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? ഓപ്ഷൻ സി ആണ് ഡിസംബർ 21-നാണ്. 67 പ്രഥമ കൊക്കോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? പ്രഥമ കൊക്കോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. 68ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയായിരിക്കും? ഓപ്ഷൻ സി ബംഗളൂരുവിലാട്ടോ. ബംഗളൂരു ആണ്. 69 വനിതാ ടെന്നീസ് അസോസിയേഷൻ 2024 മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? വനിതാ ടെന്നീസ് അസോസിയേഷൻ 2024 മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ സി ആണ് ആര്യാന സബലങ്കയാണ് കേട്ടോ. ആര്യാന സബലങ്കയാണ്. 70ാമത്തെ ചോദ്യം, 2024 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ ഡി ആണ് ആർ ചന്ദ്രബോസ്. ഓപ്ഷൻ ഡി ആർ ചന്ദ്രബോസ് ആണ്. 71ാമത്തെ ചോദ്യം, UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയതാരാണ്? UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് ആരായിരുന്നു? മാധവ് ഗാഡ്ഗിൽ ആട്ടോ. മാധവ് ഗാഡ്ഗിലാണ്. 72ാമത്തെ ചോദ്യം, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാം പതിപ്പിൽ അതിഥിയാകുന്ന രാജ്യം ഏതാണ്? കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാം പതിപ്പില് അതിഥി രാജ്യമാകുന്നത് ഏത് രാജ്യമായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. 73ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയായത് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് മദ്രാസ് IIT ക്യാമ്പസിലാട്ടോ. ഓപ്ഷൻ ഡി മദ്രാസ് IIT ക്യാമ്പസ്. 74 2024 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ്? 2024 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാ? ഓപ്ഷൻ എ ആണ് INS തുഷീൽ. INS തുഷീലാണ്. 75ാമത്തെ ചോദ്യം, അമേരിക്കയിലേക്കുള്ള ഗാലിയം ജെർമേനിയം ആന്റിമണി ഏതൊക്കെയാ? ഗാലിയം ജെർമേനിയം ആന്റിമണി തുടങ്ങിയ ലോഹങ്ങളുടെയും മറ്റു ചില ഉപലോഹങ്ങളുടെയും കയറ്റുമതി അടുത്തിടെ നിർത്തലാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയിലേക്കുള്ള ഗാലിയം ജെർമേനിയം ആന്റിമണി തുടങ്ങിയ ലോഹങ്ങളുടെയും മറ്റു ചില ഉപലോഹങ്ങളുടെയും കയറ്റുമതി അടുത്തിടെ നിർത്തലാക്കിയ രാജ്യമാണ് ഓപ്ഷൻ ബി ചൈനയാട്ടോ. ചൈനയാണ്. 76ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഉപലോകായുക്തമാരായിട്ട് ചുമതലയേറ്റത് ആരൊക്കെയാണ്? സംസ്ഥാനത്തെ ഉപലോകായുക്തമാരായിട്ട് ചുമതലയേറ്റത് ആരൊക്കെയാ? ഒന്ന് ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് വി ഷെർസിയുമാട്ടോ. ആരൊക്കെയാ? ജസ്റ്റിസ് അശോക് മേനോൻ, ജസ്റ്റിസ് വി ഷെർസി. 77ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാകുന്നത് ആരാണ്? ഇന്ത്യയുടെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാകുന്നത് ആരാ? ഓപ്ഷൻ ഡി ആണ് സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ്. 78ാമത്തെ ചോദ്യം, ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഈ വർഷത്തെ GD ബിർള പുരസ്കാരത്തിന് അർഹനായത് ആരാം?
ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഈ വർഷത്തെ GD ബിർള പുരസ്കാരത്തിന് അർഹനായത് ആരാം? ഓപ്ഷൻ എ ആണ് ഡോക്ടർ സുബി ജേക്കബ് ജോർജ് ആട്ടോ. ഓപ്ഷൻ എ ഡോക്ടർ സുബി ജേക്കബ് ജോർജ് ആണ്. ഇനി 79ാമത്തെ ചോദ്യം, 2024 അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം കിരീടം നേടിയ രാജ്യം ഏതാണ്? 2024 അണ്ടർ-19 ഏഷ്യ കപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയ രാജ്യം ഏതാ? ഓപ്ഷൻ ബി ആണ് ബംഗ്ലാദേശ് ആണ്. 80ാമത്തെ ചോദ്യം, 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായതാരാണ്? 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാ? ഷാജി എൻ കരുൺ. ഓപ്ഷൻ ബി ആണ് ഷാജി എൻ കരുൺ ആണ്. 81 ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയിലെ 21 ദിവസങ്ങൾ കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്ന ഗ്രഹം ഏതാണ്? ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയിലെ 21 ദിവസം കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്ന ഗ്രഹം ഏതാ? TOI 3261 ആട്ടോ. TOI 3261 ഓപ്ഷൻ എ ആണ് ആൻസർ. 82ാമത്തെ ചോദ്യം, പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാ? പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ചണ്ഡീഗഡ് ആട്ടോ. ഏതാ? ഓപ്ഷൻ സി ആണ്, ചണ്ഡീഗഡ് ആണ്. 83ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായിട്ട് അമേരിക്കൻ കോർണർ ആരംഭിച്ച സർവകലാശാല ഏതാ? സംസ്ഥാനത്ത് ആദ്യമായിട്ട് അമേരിക്കൻ കോർണർ ആരംഭിച്ച സർവകലാശാലയാണ് കുസാറ്റ് ആട്ടോ. ഏതാ? കുസാറ്റ് സർവകലാശാലയാണ്. 84 ഗൂഗിളിന്റെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ ആരംഭിച്ചത് എവിടെയാ? ഹൈദരാബാദ് കേട്ടോ. എവിടെയാ? ഹൈദരാബാദിലാണ്. 85 2024 നിർമ്മാണത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പ്രവേശന കവാടം ഏതാണ്? 2024 നിർമ്മാണത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പ്രവേശന കവാടം ഏതാ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ ആണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. 86 രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ 2024 പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ 2024 പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാ? ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ആട്ടോ. ഓപ്ഷൻ സി ആണ്, ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ആണ്. 87ാമത്തെ ചോദ്യം, 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായതാരാണ്? 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായതാരാ? മിഷേൽ ബാച്ചലറ്റ്. ആരാ? മിഷേൽ ബാച്ചലറ്റ്. ഓപ്ഷൻ ഡി ആണ്, മിഷേൽ ബാച്ചലറ്റ്. 88 കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവലയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് 2024 ഡിസംബർ മാസത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ചിട്ട് സൂര്യന്റെ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് 2024 ഡിസംബർ മാസത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹമാണേത്? പ്രോബ 3 ആട്ടോ. ഏതാ? പ്രോബ 3 ആണ്. ഇനി 89ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം കേരളത്തിൽ എവിടെയാ? തലശ്ശേരിയിലാട്ടോ. ഓപ്ഷൻ ബി, തലശ്ശേരിയിലാണ്. 90ാമത്തെ ചോദ്യം, ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ സ്വദേശി ഡ്രോൺ ഏതാണ്? ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ സ്വദേശി ഡ്രോൺ ഏതാ? ഓപ്ഷൻ നാഗാസ്ത്ര. ഓപ്ഷൻ ബി ആണ്, നാഗാസ്ത്രയാണ്. 91ാമത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് നിയമിതനായതാരാണ്? കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് നിയമിതനായത് ആരായിരുന്നു? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്ലെ? ഓപ്ഷൻ ബി ആണ്, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. 92ാമത്തെ ചോദ്യം, കലാസാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവനകൾക്ക് കേരള നിയമസഭ നൽകുന്ന പുരസ്കാരത്തിന് 2024 അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? കലാസാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്ക് കേരള നിയമസഭ നൽകുന്ന പുരസ്കാരത്തിന് 2024 അർഹനായ മലയാളി സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, എം മുകുന്ദൻ ആട്ടോ. ഓപ്ഷൻ ബി, എം മുകുന്ദൻ ആണ്. 93ാമത്തെ ചോദ്യം, പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്?
പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതായിരിക്കും? ഇന്ത്യ കേട്ടോ. ഏതാ? ഓപ്ഷൻ ബി ഇന്ത്യയാണ്. 94ാമത്തെ ചോദ്യം, 9 മണിക്കൂറിലേറെ നടന്ന് ബഹിരാകാശ നടത്തത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച ചൈനീസ് ബഹിരാകാശ സഞ്ചാരി ആരാ? 9 മണിക്കൂറിലേറെ നടന്നിട്ട് ബഹിരാകാശ നടത്തത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച ചൈനീസ് ബഹിരാകാശ സഞ്ചാരി ആരാ? ഒന്ന് ചെയ് സുഷെ, രണ്ടുപേരുണ്ട്. ചെയ് സുഷയും ഉണ്ട്, സോങ് ലിങ് ടോങ് ഉണ്ട് കേട്ടോ. രണ്ടുപേരുണ്ട്, ചെയ് സുഷയും സോങ് ഡിലോങ്. ഓപ്ഷൻ ഡി ആണ്. ഒന്നും രണ്ടുപേരുമാണ് 9 മണിക്കൂറിലേറെ നടന്നിട്ട് ബഹിരാകാശ നടത്തത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച ചൈനീസ് ബഹിരാകാശ സഞ്ചാരികള്. 95ാമത്തെ ചോദ്യം, ആർമി ഏവിയേഷൻ കോർപ്സിൽ ഏവിയേഷൻ വിങ്സ് നേടുന്ന ആദ്യത്തെ 2ാം തലമുറ വനിതാ ഓഫീസർ ആരാണ്? ആർമി ഏവിയേഷൻ കോർപ്സിൽ ഏവിയേഷൻ വിങ്സ് നേടുന്ന ആദ്യ 2ാം തലമുറ വനിതാ ഓഫീസർ ആരാണ്? ഓപ്ഷൻ ഡി ആണ് റിയ കെ ശ്രീധരൻ കേട്ടോ. ഓപ്ഷൻ ഡി റിയ കെ ശ്രീധരനാണ്. 96 കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച ശേഷം കേരളത്തിലെത്തിയ ആദ്യത്തെ വളർത്തു മൃഗം ഏതാണ്? കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച ശേഷം കേരളത്തിലെത്തിയ ആദ്യത്തെ വളർത്തു മൃഗമാണ് ഇവ എന്ന പൂച്ചയാട്ടോ. ഇവ എന്ന പൂച്ചയാണ്. 97ാമത്തെ ചോദ്യം, അടുത്തിടെ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 4 ദിവസം വരെ ശമ്പളത്തോടു കൂടിയുള്ള അവധി പ്രഖ്യാപിച്ച രാജ്യം ഏതാ? അടുത്തിടെ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 4 ദിവസം വരെ ശമ്പളത്തോടു കൂടിയുള്ള അവധി പ്രഖ്യാപിച്ച രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി സ്പെയിൻ ആണ്. 98ാമത്തെ ചോദ്യം, കെട്ടിടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെട്ടിടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്, ഉദയമാണ്. 99 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താ? 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താ? അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ, എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ, എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ്. 100ാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായിട്ട് ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസും പെൻഷനും പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായിക്കൊണ്ട് ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും പെൻഷനും പ്രഖ്യാപിച്ച രാജ്യമാണ് ബെൽജിയം എന്ന് പറയട്ടെ. ഓപ്ഷൻ ബി ആണ്, ബെൽജിയമാണ്. 2024 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2024 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാ? ലക്ഷ്യ സെൻ. ഓപ്ഷൻ എ ആണ്, ലക്ഷ്യ സെൻ ആണ്. 102 നമ്മൾ പറഞ്ഞു, ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം പറഞ്ഞാണ്. 103ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം അതായത് ലിക്വിഡ് ട്രീ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? എവിടെയാ? കേരളത്തിലാട്ടോ. എവിടെയാ? കേരളത്തിലാണ്. 104ാമത്തെ ചോദ്യം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ 2024 വേദിയായത് എവിടെയാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ 2024 വേദിയായത് എവിടെയാ? കോവളത്തായിരുന്നു കേട്ടോ. ഓപ്ഷൻ സി ആണ്, കോവളത്താണ്. 105ാമത്തെ ചോദ്യം, 2024 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരാണ്? 2024 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാ? PV സിന്ധു ആട്ടോ. ഓപ്ഷൻ സി PV സിന്ധു ആണ്. അപ്പോ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരായിരുന്നു? ലക്ഷ്യ സെൻ ആണ്. വനിതാ വിഭാഗമാണെങ്കിൽ ആരാ? PV സിന്ധു ആണ്. 106ാമത്തെ ചോദ്യം, ബ്രാമോസ് എയറോസ്പേസിന്റെ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? ബ്രാമോസ് എയറോസ്പേസിന്റെ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാഘവേന്ദ്ര ജോഷി ആട്ടോ. രാഘവേന്ദ്ര ജോഷിയാണ്. 107 അടുത്തിടെ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ഒന്ന് ശ്രീ അന്നവും ശ്രീ മന്നയും കേട്ടോ. ശ്രീ അന്നവും ശ്രീ മന്നയുമാണ് പിന്നെ കിഴങ്ങ് വർഗ്ഗത്തിൽ ഉൾപ്പെടുന്നത്. ശ്രീ അന്നം, ശ്രീ മന്ന. ഇനി 108
28ാമത്തെ ചോദ്യം, യൂബർ ഏഷ്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ജലഗതാഗത സർവീസ് ഏതാ? ഊബർ ടാക്സി സർവീസ് എന്ന് കേട്ടില്ലേ നിങ്ങൾ? അതിൽ ഊബർ ഏഷ്യയിൽ ആദ്യമായിട്ട് ആ കമ്പനി ഏഷ്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ജലഗതാഗത സർവീസ് ഏതാണ്? ഏതാ? ഊബർ ശിക്കാരയാട്ടോ. ഏതാ? ഊബർ ശിക്കാരയാണ്. യൂബർ ശിക്കാരയാണ്. 109 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാ? മസാറ്റോ കാണ്ട. മസാറ്റോ കാണ്ട. മസാറ്റോ കാണ്ട. 110 യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ശത്രുവിന്റെ റഡാറിൽ കുടുങ്ങാതിരിക്കാനായിട്ട് IIT കാൺപൂർ വികസിപ്പിക്കുന്ന മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം ഏതാണ്? യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ശത്രുവിന്റെ റഡാറിൽ കുടുങ്ങാതിരിക്കാനായിട്ട് IIT കാൺപൂർ വികസിപ്പിക്കുന്ന മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ് അനലക്ഷ്യ കേട്ടോ. ഏതാ? അനലക്ഷ്യയാണ്. 111 കേരള ചലച്ചിത്ര അക്കാദമിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാരാം? കേരള ചലച്ചിത്ര അക്കാദമിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായത് ആരാ? ആൻ ഹുയി ട്ടോ. ആരാ? ഓപ്ഷൻ ബി ആണ്, ആൻ ഹുയി ആണ്. 112 ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാ? ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രെയിൻ റോട്ട് ആട്ടോ. എന്താ? ബ്രെയിൻ റോട്ടാണ്. 113 2024 ഡിസംബർ മാസത്തില് പട്ടാള നിയമം പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? 2024 ഡിസംബർ മാസത്തില് പട്ടാള നിയമം പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് ദക്ഷിണ കൊറിയ കേട്ടോ. ഓപ്ഷൻ എ ദക്ഷിണ കൊറിയയാണ്. 114ാമത്തെ ചോദ്യം, 2024 ഡിസംബർ മാസത്തില് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്? 2024 ഡിസംബർ മാസത്തിൽ നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാനാണ്. 115 2024 മിസ് ഡെഫ് ഇന്ത്യ കിരീടം നേടിയതാരാം? 2024 മിസ് ഡെഫ് ഇന്ത്യ കിരീടം നേടിയത് ആരാ? ഓപ്ഷൻ VN അഞ്ജനയാട്ടോ. ഓപ്ഷൻ ഡി ആണ്, VN അഞ്ജനയാണ്. 116ാമത്തെ ചോദ്യം, 2024 ഡിസംബർ മാസത്തിൽ ലോക്സഭ പാസാക്കിയ ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ പ്രകാരം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ചേർക്കാവുന്ന പരമാവധി നോമിനികളുടെ എണ്ണം എത്രയാണ്? 2024 ഡിസംബർ മാസത്തിൽ ലോക്സഭ പാസാക്കിയ ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് പ്രകാരം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ചേർക്കാവുന്ന പരമാവധി നോമിനികളുടെ എണ്ണം എത്രയാ? 4 ആട്ടോ. എത്രയാ? 4 ആണ്. 117ാമത്തെ ചോദ്യം, 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ്. 118 ഉത്തർപ്രദേശിലെ 76ാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? ഉത്തർപ്രദേശിലെ 76ാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ജില്ല ഏതാണ്? ഏതാ ജില്ല? ഓപ്ഷൻ ഡി ആണ്, മഹാകുംഭമേള. ഓപ്ഷൻ ഡി, മഹാകുംഭമേള. 119ാമത്തെ ചോദ്യം, BBC ചാനൽ പുറത്തുവിട്ട 2024 ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ ആയിരിക്കാം? BBC ചാനൽ പുറത്തുവിട്ട 2024 ലോകത്തിൽ സ്വാധീനിച്ച 100 വനിതകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ ആയിരിക്കാം? ഇതിന്റെ ആൻസർ ഒന്ന് അരുണ റോയ് ഉണ്ട്, പൂജ ശർമ്മയുണ്ട്, വിനേഷ് ഫോഗട്ട്. ഇവർ 3 പേരുണ്ട്. അരുണ റോയ്, പൂജ ശർമ്മ, വിനേഷ് ഫോഗട്ട്. അരുണ റോയ്, പൂജ ശർമ്മ, വിനേഷ് ഫോഗട്ട്. 120ാമത്തെ ചോദ്യം, തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ 2024 തോപ്പിൽ ബാസി പുരസ്കാരം നേടിയതാരാം? 2024 തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരനാണ്. ആരാ? പെരുമ്പടവം ശ്രീധരനാണ്. 121ാമത്തെ ചോദ്യം, അടുത്തിടെ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അടുത്തിടെ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് അസം ആട്ടോ. ഓപ്ഷൻ ഡി, അസമാണ്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ 2024 മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ്?
ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക് സർക്കിളിന്റെ 2024 മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഏതാ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആട്ടോ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ്. 123 മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായതാരാ? മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും പുതിയ മുഖ്യമന്ത്രിയാണ് അല്ലെ. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാ? ദേവേന്ദ്ര ഫട്നാവിസ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. 124ാമത്തെ ചോദ്യം, 2024 നടന്ന 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? 2024 നടന്ന 10ാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് IIT ഗുവാഹത്തി ആട്ടോ. ഓപ്ഷൻ ബി IIT ഗുവാഹത്തി ആണ്. ഇനി കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായതാരാം? കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായതാരാ? ഡോക്ടർ രത്തൻ യു കേൽക്കർ ആട്ടോ. ഡോക്ടർ രത്തൻ യു കേൽക്കർ ആണ്. 126 2024 34ാമത് വ്യാസ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായതാരാം? 2024 34ാമത് വ്യാസ സമ്മാൻ പുരസ്കാരത്തിന് അർഹയായത് ആരാം? ഓപ്ഷൻ ബി ആണ്, സൂര്യബാലയാട്ടോ. സൂര്യബാലയാണ്. 127ാമത്തെ ചോദ്യം, അടുത്തിടെ 150 വർഷം പഴക്കമുള്ള തുരങ്കം കണ്ടെത്തിയ ഉത്തർപ്രദേശിലെ പ്രദേശം ഏതാ? അടുത്തിടെ 150 വർഷം പഴക്കമുള്ള തുരങ്കം കണ്ടെത്തിയ ഉത്തർപ്രദേശിലെ പ്രദേശം ഏതാ? ഓപ്ഷൻ ഡി ആണ്, സംഭൽ ആട്ടോ. ഓപ്ഷൻ ഡി സംഭൽ ആണ്. 128ാമത്തെ ചോദ്യം, 2024 പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായ വള്ളം ഏതാണ്? 2024 പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായതാരാ? വിയ്യപുരം ചുണ്ടനാണ് അല്ലെ. ഓപ്ഷൻ സി വിയ്യപുരം ചുണ്ടനാണ്. 129 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാ? ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ്. 130ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാ? ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ചൈന അല്ലെ. ഓപ്ഷൻ ഡി ചൈനയാണ്. 131ാമത്തെ ചോദ്യം, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഇത്? നിഗംബോധ്ഘട്ട് ആട്ടോ. ഏതാ? നിഗംബോധ്ഘട്ട് ആണ്.